Hi everyone, I'm Dr. Varsha and welcome to Dr. Varsha's Eye Space. റമദാൻ നോമ്പൊക്കെ തുടങ്ങിയില്ലേ അല്ലേ? പ്രമേഹമുള്ളവർക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ നോമ്പ് എടുക്കുന്നത് നമ്മുടെ ഷുഗർ ലെവലിനെ അഫക്റ്റ് ചെയ്യുമോ, അതോ സേഫ് ആണോ, അപകടകരമാണോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് സേഫായിട്ട് റമദാൻ നോമ്പ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ എന്തൊക്കെ ശ്രദ്ധിക്കാമെന്നും ഭക്ഷണക്രമം എങ്ങനെ നോക്കാമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് നോമ്പ് എടുക്കാമോ എന്നുള്ളതല്ല കേട്ടോ, മറിച്ച് നോമ്പ് എങ്ങനെ സേഫ് ആയിട്ട് എടുക്കാം എന്നുള്ളതാണ്. നമ്മൾ രാവിലെ വളരെ നേരത്തെ ആയിരിക്കുമല്ലോ നോമ്പ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ചിലരെങ്കിലും പ്രോപ്പറായി ചെയ്യുന്നവരല്ല, ചിലരെങ്കിലും വിചാരിക്കും ആ രാവിലെ ആ ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചെറിയ പ്രായക്കാരിലൊക്കെ ചിലവരിലെങ്കിലും കണ്ടിട്ടുള്ള കാര്യമാണ് അതൊന്ന് സ്കിപ്പ് ചെയ്യാമെന്നുള്ളത്. മീൻസ് രാവിലെ ആ സമയം തൊട്ടേ ഫുഡ് കഴിക്കണ്ട എന്നുള്ളത്, രാവിലെ ഫസ്റ്റ് കഴിക്കുന്ന ഫുഡ് തൊട്ടേ കഴിക്കണ്ട എന്നുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഈ സ്കിപ്പ് ചെയ്യുന്നത് നമ്മുടെ പിന്നെയുള്ള ആ ഡേയിലുള്ള ഷുഗർ ലെവലിന് ഒരു ക്രാഷിന് കാരണമാവും. അതായത് പ്രോപ്പറായിട്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് ഉച്ചയാകുമ്പോഴൊക്കെ തലകറക്കം, ക്ഷീണം, വല്ലാത്ത ദാഹം ഒക്കെ തോന്നും. പക്ഷെ നമുക്ക് ഈ നോമ്പെടുക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാനും പറ്റില്ല. നമ്മുടെ ടോട്ടൽ ഒരു ബാലൻസിനെ ഇത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നോമ്പെടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഫസ്റ്റിലുള്ള ആ രാവിലെ കഴിക്കുന്ന ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ഡൗട്ട് ആയിരിക്കും അല്ലേ, രാവിലെ ഇപ്പോൾ എന്ത് കഴിക്കണം, അല്ലെങ്കിൽ നോമ്പ് സമയത്ത് ഡയബറ്റിസ് ഉള്ളവർ ഫുഡിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ബാലൻസ്ഡ് മീൽ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ബാലൻസ്ഡ് മീൽ തന്നെയാണ് എല്ലാ സമയവും കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചില ഐറ്റംസ് നോക്കാം. എന്തൊക്കെയാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലെ ഏറ്റവും ഫസ്റ്റ് കഴിക്കുന്ന ഫുഡ് തൊട്ട് എന്തൊക്കെ കഴിക്കുന്നതെന്ന് നമുക്കൊരു മെനു പോലെ തന്നെ. ഫസ്റ്റ് നമ്മൾ പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയ, അതായത് എഗ്ഗ്, പനീർ, ഡാലൊക്കെ ഉൾപ്പെടുത്താൻ നോക്കുക. അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള ഓട്സ് അല്ലെങ്കിൽ ബ്രോക്കൺ വീറ്റ്, അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് കഴിക്കാം. ഹെൽത്തി ഫാറ്റും മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നട്ട്സ്, പംകിൻ സീഡ്സ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ സീഡ്സ്. അതുപോലെ തന്നെ ചെറിയ അളവിൽ നെയ്യ് യൂസ് ചെയ്യുന്നതും തെറ്റില്ല. വാട്ടർ എന്തായാലും മിനിമം 2 ഗ്ലാസ് കുടിച്ചിരിക്കണം. 2 ഗ്ലാസ് വെള്ളം ഫസ്റ്റ് കഴിക്കുമ്പോൾ കുടിച്ചിരിക്കണം. പിന്നീട് വെള്ളം കുടിക്കുന്നുമില്ലല്ലോ, അപ്പോൾ മിനിമം 2 ഗ്ലാസ് കുടിക്കുക. എത്രത്തോളമാണോ വേണ്ടത് അത്രയും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ചില ഫുഡ്സ് എന്ന് പറയുന്നത് വീറ്റ് ബ്രെഡ്. നമ്മൾ വീറ്റ് ബ്രെഡ് സേഫ് ആണെന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ടാവും ചിലപ്പോൾ, അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ, ചായ ആയാലും കാപ്പി ആയാലും ഒക്കെ ഫസ്റ്റ് തന്നെ കഴിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ അധിക അളവിൽ ചോറ്, വൈകുന്നേരം വരെയുള്ള എനർജി വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഡയബറ്റിസ് ഉള്ളവർ ഒരിക്കലും അധിക അളവിൽ ചോറ് കഴിക്കാൻ പാടില്ല. പിന്നെ ആയുർവേദം അനുസരിച്ചിട്ട് ഈ രാവിലെയുള്ള ഫുഡ് നമ്മളെ അഗ്നിനെ, നമ്മളെ ഡൈജസ്റ്റീവ് ഫയറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം കഴിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഓവറായിട്ട് ഇപ്പോൾ മധുരടങ്ങിയ ഫുഡ് അല്ലെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള മീൽസ് ഒക്കെ കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് അവിടെ കഫവർദ്ധനാണ്. അപ്പോൾ ഒരിക്കലും കഫം കൂടുന്ന രീതിയിൽ ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോമ്പ് സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമാണ് മെഡിസിനും ഇൻസുലിൻസും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ സെൽഫായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഫുഡ് കഴിക്കുന്നതനുസരിച്ചിട്ട്. കാരണം മെഡിസിൻ ആയാലും പിന്നീട് കഴിക്കാൻ പാടില്ലല്ലോ. വെള്ളം ഒന്നും കഴിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ മെഡിസിൻ ആണെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുക. അതുപോലെ തന്നെ പിന്നെ രാത്രി നോമ്പ് തുറന്നതിന് ശേഷം എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം അത് കഴിഞ്ഞ് കഴിക്കാമല്ലോ. കൺവീനിയൻ്റ് ആയ ടൈമിൽ രാത്രിക്കത്തെ മെഡിസിനും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും സെൽഫായിട്ട് ഇതിൽ ടൈമിങ്സിൽ ചേഞ്ച് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു മാസം ഇത് കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ റമദാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് ബോഡി വല്ല ബുദ്ധിമുട്ടുകളും കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. എല്ലാവർക്കും നോർമലായി ഉള്ളവർക്കുള്ള പോലെ ആയിരിക്കില്ല പ്രമേഹമുള്ളവർക്ക്. കാരണം ഓൾറെഡി ബോഡിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഷുഗർ ലോ ആവും. ആ ഷുഗർ ലോ ആവുന്ന സമയത്ത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത്യധികമായിട്ട് വേർക്കുക, ക്ഷീണം തോന്നുക, പിന്നെ കൂടുതലായിട്ടുള്ള ദാഹം തോന്നുക. അതുപോലെ തന്നെ കാഴ്ച മങ്ങൽ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ തോന്നുക. അതുപോലെ തന്നെ തലകറങ്ങുന്ന പോലെ, അപ്പം നമ്മൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന പോലെയൊക്കെ തോന്നാം. ഇതൊക്കെ ഹൈപ്പോഗ്ലൈസീമിയ അഥവാ ലോ ഷുഗറിന്റെ സിംറ്റംസ് ആണ്. അപ്പോൾ ഇതുപോലുള്ളവ കണ്ടു കഴിഞ്ഞാൽ ഡയബറ്റിസ് ഉള്ളവരെ
അപ്പോൾ തന്നെ നോമ്പ് തുറക്കാനായിട്ട് വെള്ളം കുടിച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ മെഡിക്കൽ എമർജൻസീസ് വരുമ്പോൾ നോമ്പ് തുറക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഹെൽത്ത് നോക്കുമ്പോൾ നമ്മൾ അതൊരു തെറ്റാണെന്നുള്ള രീതിയിൽ പിന്നെയും ആ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് നോമ്പ് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക ഒരിക്കലും. കാരണം ഇത്തരം എമർജൻസീസിൽ നമ്മൾ എന്തായാലും ഭക്ഷണം ആവശ്യമാണെങ്കിൽ ലോ ഷുഗർ ആകുമ്പോൾ കഴിക്കണമെങ്കിൽ കഴിച്ചേ പറ്റുള്ളൂ. നോമ്പ് സമയത്ത് വ്യായാമം ചെയ്യാവോന്ന് ഡൗട്ടുള്ള ചിലരെങ്കിലും ഉണ്ടാവും. വ്യായാമം ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ്, കനത്ത നമുക്ക് ഒരുപാട് വേർക്കുന്ന രീതിയിലുള്ള വർക്കൗട്ട്സ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക. ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് വെയിലത്ത് നടക്കാതിരിക്കുക. അറിയാം വെള്ളം കുടിക്കുന്നില്ല, അപ്പോൾ ഡീഹൈഡ്രേഷൻ എന്തായാലും. അപ്പോൾ നമ്മൾ വെയിലൂടി കൊള്ളുമ്പോൾ പൊടി വല്ലാതെ വീക്കാവുക ചെയ്യാം. അപ്പം അത് ഒഴിവാക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ വൈകുന്നേരം നോമ്പ് തുറക്കില്ലേ, അതിനുശേഷം ഭക്ഷണം കഴിച്ച് ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം നടക്കുക. അപ്പോൾ നമ്മൾ കഴിച്ചതിൻ്റെ ഒരു ഡൈജഷൻ പ്രോപ്പർ ആവാനും, അതുപോലെ തന്നെ നമ്മൾ 30 മിനിറ്റ്സ് ഡെയിലി നടക്കുന്നവരാണെങ്കിൽ അതൊന്ന് നമുക്ക് ഈ ടൈമിൽ ചെയ്യാം. അതുപോലെ തരാവീഹ് നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ലഘുവായിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാം. ഹെവി ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ലഘുവായിട്ടുള്ളത് ചെയ്യാം. മാക്സിമം രാവിലെ നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചെറുതായിട്ട് നടക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ മാക്സിമം രാത്രി നോമ്പ് തുറന്നതിന് ശേഷം നടക്കുക. അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള എക്സസൈസ് ഒക്കെ രാത്രി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റെല്ലാ എപ്പോഴും പറയുന്ന പോലെ തന്നെ വറുത്തതും അധികം മധുരമുള്ളതായിട്ടുള്ള ഫുഡ്സ് ഡയബറ്റിസിൽ എന്തായാലും നമ്മൾ അത്ര നല്ലതല്ല. അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി ആ ഫാസ്റ്റിംഗ് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ഈ ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ എന്തായാലും ഷുഗർ സ്പൈക്ക് ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് പകരം നമ്മൾ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. എന്നിട്ട് 1-2 ഈത്തപ്പഴം, അധികം കഴിക്കേണ്ട, 1-2 ഈത്തപ്പഴം കഴിക്കുക. സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ പഴങ്ങളും പഴമായിട്ട് തന്നെ കഴിക്കുന്നതാണ്. ജ്യൂസസ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കഴിച്ചതിന് ശേഷം ഒരു 10-15-20 മിനിറ്റിന് ശേഷം മാത്രം ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഹെവി ആയിട്ടുള്ളത് മാക്സിമം ഒഴിവാക്കുക. അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ജ്യൂസായിട്ട് കഴിക്കാതിരിക്കുക. ഫസ്റ്റ് ഫ്രൂട്ട്സ് കഴിക്കുക. ഫുഡ് കഴിച്ചതിന് ശേഷം അല്ല ഫ്രൂട്ട്സ് കഴിക്കേണ്ടത്. ഫസ്റ്റ് കഴിച്ചിട്ട് ഒരു 15-20 മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് ലഘുവായിട്ടുള്ള ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ എല്ലാം പെട്ടെന്ന് അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് കഴിക്കാതിരിക്കാം. ഈത്തപ്പഴം, ഫ്രൂട്ട്സ്, അതുപോലെ എന്താണ് ഫുഡ്, അതൊക്കെ പെട്ടെന്ന് കഴിക്കാതിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സമോസ, അതുപോലെ തന്നെ മധുരപാനീയങ്ങൾ, സർബത്ത് അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടാവും ചിലപ്പോൾ നോമ്പ് സമയത്ത്. കാരണം നോമ്പ് സമയത്ത് നമ്മൾ പലവിധ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഡയബറ്റിസ് ഉള്ളവർ ശ്രദ്ധിക്കുക. ഇതൊക്കെ അമിതമായി കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക തന്നെ ചെയ്യുക. തീരെ പറ്റുന്നില്ലെങ്കിൽ ഒന്നെങ്ങാനും എപ്പോഴും കുറച്ച് ഡേയ്സ് ഗ്യാപ്പിൽ അങ്ങനെ കഴിക്കുക. മാക്സിമം ഇത്തരം ഭക്ഷണങ്ങൾ എല്ലാ ദിവസത്തെ പോലെ തന്നെ നോമ്പ് സമയത്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഡയബറ്റിസ് പ്ലേറ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാലൻസ്ഡ് മീലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നോമ്പ് സമയത്തും ഇത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ പ്ലേറ്റ് മെത്തേഡ് എങ്ങനെ നോക്കുകയാണെങ്കിൽ, ഹാഫ് പ്ലേറ്റ് പച്ചക്കറി കഴിക്കുകയാണെങ്കിൽ 1/4 ഭാഗം പ്ലേറ്റ് പ്രോട്ടീനും 1/4 ഭാഗം പ്ലേറ്റ് കാർബോഹൈഡ്രേറ്റും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഒഴിവാക്കേണ്ടത് സെക്കൻഡ് സെർവിങ്, രണ്ടാമത് ഭക്ഷണം എടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ഈ ഒരു പ്ലേറ്റിൽ ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്തത് മുഴുവനായിട്ട് കഴിക്കുക, വെള്ളം കുടിക്കുക എന്നല്ലാതെ സെക്കൻഡ് സെർവിങ് ഒഴിവാക്കുക. അതുപോലെ തന്നെ അധികം മധുരം എല്ലായ്പ്പോഴും പോലെ തന്നെ നോമ്പ് സമയത്തും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു പ്രോപ്പർ പ്ലേറ്റ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഷുഗർ സ്പൈക്ക് ഉണ്ടാവുകയില്ല. ചിലർക്കെങ്കിലും രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നത് ശീലം ഉണ്ടാവും അല്ലേ. അപ്പോൾ രാത്രി ബിസ്ക്കറ്റ്, ചായ ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടുകയാണ് ചെയ്യുന്നത്. ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്കൊരു ക്രേവിങ്സ് ഉണ്ടാവും, മധുരത്തോടൊരു ക്രേവിങ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രാത്രി കഴിക്കുമ്പോൾ നട്ട്സ് എങ്ങനെ കഴിക്കാം. അതുപോലെ സീഡ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ ഫ്രൂട്ട്സ്, ബിസ്ക്കറ്റ്, ചായ, മധുരപാനീയങ്ങളൊക്കെ മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഫുഡ് മാത്രമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിനെയും ഷുഗർ സ്പൈക്കൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഉറക്കക്കുറവ് ഡയറക്റ്റ്ലി തന്നെ നമ്മളെ ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാം. അപ്പോൾ 6 മണിക്കൂറെങ്കിലും മസ്റ്റായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്ഷീണം തോന്നുകയൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്കോ ഒക്കെ ചെറിയ നാപ്പ്, ഒരു 10-20 മിനിറ്റ് ഉറങ്ങണം തോന്നുകയാണെങ്കിൽ ഉറങ്ങുക. നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ ഷുഗർ സ്പൈക്ക് ഉണ്ടാവുന്നത് ഈ നാപ്പ് എടുക്കുന്ന വഴി, 20 മിനിറ്റ് ഒക്കെ ഉറങ്ങുന്നത് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ 6 മണിക്കൂറെങ്കിലും മിനിമം മാക്സിമം പറ്റുന്നത്ര നോമ്പ് സമയത്ത് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കപ്പോൾ ഇത് ചെറുതായിട്ട് പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യുക. അത് നമ്മൾ രാവിലെ കഴിക്കുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ലഘുവായിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുക.
അപ്പോൾ സിംറ്റംസ് എന്തെങ്കിലും ബോഡി എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ശ്രദ്ധിക്കുക. നോമ്പ് തുറക്കണമെങ്കിൽ തുറക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം കഴിക്കുന്ന നോമ്പ് തുറക്കുന്ന സമയത്ത് ഫുഡായാലും ഘട്ടം ഘട്ടമായി തന്നെ പറഞ്ഞ പോലെ കഴിക്കാം. ഒരു സഡൻ ആയിട്ട് എല്ലാം എടുത്തിട്ട് പെട്ടെന്ന് ഒരു ക്രേവിങ്സിൽ കഴിക്കാതിരിക്കുക. പിന്നെ ലഘുവായിട്ടുള്ള വ്യായാമം ചെയ്യുക, ഉറക്കം പ്രോപ്പറായിട്ട് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ നോമ്പ് സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. റമദാൻ നോമ്പ് എടുക്കുന്നത് ഒരു ഷുഗറിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള ടെൻഷൻ ആർക്കും വേണ്ട. പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരു ഹീലിംഗ് പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഫുഡും കറക്റ്റ് ടൈമിങ്ങും അതുപോലെ ഉറക്കവും ഒക്കെ ശ്രദ്ധിച്ചിട്ട് ഒരു സേഫ് ആയിട്ടുള്ള ഒരു റമദാൻ നോമ്പ് എല്ലാവരും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്ന് പറഞ്ഞ അറിവുകൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഷുഗർ ഉള്ളവർക്ക്, ഡയബറ്റിസ് ഉള്ളവർക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആവും തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ റമദാൻ ടൈമിൽ എന്തെങ്കിലും ഫുഡ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡയബറ്റിസ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ അറിവുകൾക്കായി ഫോളോ ചെയ്യുക. താങ്ക് യു.